ഗുഡ് മോർണിംഗ്. നമ്മളെടുക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ്. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻ ഇന്ത്യ അതിലെ മെഷേഴ്സ് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് ദ അതർ. എക്സ്ചേഞ്ച് റേറ്റ് മീൻസ് price of one currency in terms of the other. It is the price paid in the home currency for a unit of foreign currency. അതിൽ ഹോം കറൻസി ഒരു യൂണിറ്റ് ഫോറിൻ കറൻസി കിട്ടാൻ നമ്മൾ ഹോം കറൻസി എത്രത്തോളം കൊടുക്കണം. ഒരു ഫോറിൻ കറൻസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം കറൻസി നമ്മൾ എത്ര പേ ചെയ്യണം. ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് വൺ നാഷണൽ കറൻസി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ നാഷണൽ കറൻസി. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Price of one currency in terms of other currency. ഒരു കറൻസിൻ്റെ വാല്യൂ വേറെ കറൻസിയിൽ എത്രത്തോളം ഉണ്ട്, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹോം കറൻസി ഒരു ഫോറിൻ കറൻസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം കറൻസി എത്ര നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു US ഡോളർ നമുക്ക് കിട്ടണം വിചാരിക്കുക, US ഡോളറുമാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിന് എത്ര കൊടുക്കണം? അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് ₹80. ഒരു US ഡോളർക്ക് നമുക്ക് 80 റുപ്പീസ് നമ്മൾ കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ₹70 is equal to US dollar 1. 70 രൂപ 80 രൂപ കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു US ഡോളർ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഒരു ഫോറിൻ കറൻസി കിട്ടാൻ നമുക്ക് നമ്മുടെ ഹോം കറൻസി എത്ര പേ ചെയ്യണം, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഇൻ ദ ഹോം കറൻസി ഫോർ എ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. ഇതിനടുത്ത് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ഓരോ കൺട്രിക്കും അതിൻ്റേതായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. An exchange rate system or regime is the way an authority determines and manages its currency in relation to other currencies. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് എന്ന് പറയാം. അന്ന് എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറഞ്ഞാൽ ഇസ് ദ വേ ആൻ അതോറിറ്റി ഡിറ്റർമിൻസ്, ഏത് വഴിയിലൂടെ നമ്മൾ ഒരു കറൻസി ഒരു അതോറിറ്റി കറൻസി ഡിറ്റർമിൻ ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും ഇൻ റിലേഷൻ ടു അതർ കറൻസീസ്. അതിന് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെജീം എന്ന് പറയുന്നത്. There are two major exchange rate systems or regimes. രണ്ട് തരത്തിലാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആൻഡ് രണ്ടാമത്തത് എന്താണ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഒന്നാമത്തത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. ഫസ്റ്റ് ഇതാണ് പറയുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മോണിറ്ററി അതോറിറ്റി. എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടെ ആരാണ്? മോണിറ്ററി അതോറിറ്റിയാണ്. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? റേറ്റ് ഡിറ്റർമിൻഡ് ബൈ മോണിറ്ററി അതോറിറ്റി. മോണിറ്ററി അതോറിറ്റിയാണ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ. ഇറ്റ് മീൻസ് ദ ഗവൺമെൻറ് വിൽ ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ്. മോണിറ്ററി അതോറിറ്റി പറയുമ്പോൾ ഗവൺമെൻറ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അറ്റ് ദിസ് റേറ്റ് all exchange transactions take place.
ഇപ്പോൾ നമ്മുടെ കൺട്രിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ഏതാണ്? നമ്മുടെ കൺട്രിയിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ഏത് പ്രകാരം നടക്കുന്നത്? ഏത് റേറ്റിലാണ്? ഈ ഒരു റേറ്റിലാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. The government or central bank may fix the exchange rate by legislation or intervention in currency market. ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് RBI എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നു ബൈ ലെജിസ്ലേഷൻ. ഏതെങ്കിലും ഒരു എന്താ പറയുക ലെജിസ്ലേഷനിലൂടെ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ ഇൻ കറൻസി മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ലെജിസ്ലേഷനിലൂടെ നിയമങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നു. സപ്പോസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിറ്റർമിൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് അറ്റ് ₹65 per $. അപ്പം നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിറ്റർമിൻ ചെയ്യാണ് 65 രൂപ, ഒരു $ന് 65 രൂപയാണ് ഫിക്സ് ചെയ്തു. ഇഫ് ദ സപ്ലൈ ഓഫ് റുപ്പി ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഇൻക്രീസസ്. ഇപ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ സപ്ലൈ ഓഫ് റുപ്പി കൂടിക്കഴിഞ്ഞാൽ ഡ്യൂ ടു ഇൻഫ്ലേഷൻ മൂലം റുപ്പിയുടെ സപ്ലൈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് റുപ്പി ഫോൾസ് ₹70 per $. അപ്പം നമ്മൾ 65 ഫിക്സ് ചെയ്ത $ന് നമ്മൾ എന്താ ഫിക്സ് ചെയ്തത്? 65 രൂപയാണ് എന്തിന്? ഒരു $ന് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഇൻഫ്ലേഷൻ മൂലം എന്ത് ചെയ്തു? സപ്ലൈ റുപ്പി കൂടി. സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സപ്ലൈ റുപ്പി ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? വാല്യൂ ഓഫ് റുപ്പി പിന്നെയും എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ₹70, ഒരു $, നമ്മൾ എന്ത് കൊടുക്കേണ്ടി വന്നു? 70 രൂപ കൊടുക്കേണ്ടി വന്നു. ഓക്കെ. Then the RBI sells $, from its reserves to absorb the excess supply of rupee. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? RBI എന്ത് ചെയ്യും? ഇത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട്, ഇക്വിലിബ്രിയത്തിലെത്താൻ വേണ്ടി എന്ത് ചെയ്യും? RBI അതിൻ്റെ $, എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. $, from its reserves to absorb the excess supply of rupee. സപ്ലൈയുടെ എക്സസ് സപ്ലൈ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ $, സെല്ല് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? $, സെല്ല് ചെയ്യുമ്പോൾ എന്തിൻ്റെ സപ്ലൈ കൂടും? ഇവിടെ $ന്റെ സപ്ലൈ എന്ത് ചെയ്യും? $ന്റെ സപ്ലൈ കൂടും. As a result, the exchange rate will be restored to 65. അങ്ങനെ $ന്റെ സപ്ലൈ കൂടുമ്പോൾ നേരെ തിരിച്ച് തന്നെ വരും, നമ്മുടെ ആ ഒരു റേറ്റിലേക്ക് തന്നെ $, വരും. ഓക്കെ. അപ്പോൾ അതാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷനിലൂടെ, ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് മോണിറ്ററി അതോറിറ്റി അല്ല, ഗവൺമെൻറ് വിൽ ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ്. when the value of rupee increases above the predetermined level. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഓഫ് റുപ്പി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും പ്രീഡിറ്റർമിൻ ലെവലിനേക്കാളും ഇൻക്രീസ് ചെയ്യുന്ന കേസിലും RBI എന്ത് ചെയ്യും? $, ബൈ ചെയ്യുന്നു ടു റീസ്റ്റോർ ഇറ്റ് ടു ₹65 per $. 65 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചിലപ്പോൾ എന്ത് ചെയ്യും? $, ചിലപ്പോൾ ചില കേസിൽ വാങ്ങും, ചില കേസിൽ വിൽക്കും. ഓക്കെ, ആ പ്രീഡിറ്റർമിൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇസ് ദ സിസ്റ്റം അണ്ടർ വിച്ച് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മോണിറ്ററി അതോറിറ്റി. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ടേക്ക് പ്ലേസ് അറ്റ് ദിസ് റേറ്റ്. ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇൻ്റർവീൻ ചെയ്യുന്നു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ. രണ്ടാമത്തതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. Flexible or floating or free. Flexible exchange rate system. Under flexible exchange rate regime, exchange rate is determined by the market forces of demand and supply of foreign exchange. ഇവിടെ exchange rate determine ചെയ്യുന്നത് market forces ആണ്.
മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. Exchange rate is determined by the market forces of demand and supply of foreign exchange. The monetary authority doesn't intervene for the purpose of influencing the exchange rate. ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഇൻ്റർവീൻ ചെയ്യില്ല. മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റേറ്റ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. If there is an excess supply of currency, the value of currency will fall. ഇപ്പോൾ എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ, കറൻസിയുടെ എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് കറൻസി ഫോൾ ചെയ്യും. ഇറ്റ് ലീഡ്സ് ടു ഡിപ്രീസിയേഷൻ ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ അവിടെ വരും ഡിപ്രീസിയേഷൻ വരും. ആസ് എ റിസൾട്ട് ദ ഇക്വിലിബ്രിയം വിൽ ബി റിസ്റ്റോർഡ് ഷോർട്ട്ലി ഇൻ ദ എക്സ്ചേഞ്ച് മാർക്കറ്റ്. If there is a shortage of currency, the effect is reverse. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് കറൻസി എക്സസ് സപ്ലൈ ഉണ്ടെങ്കിൽ കറൻസിൻ്റെ വാല്യൂ കുറയും. അതേപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിലോ, ഇഫ് ദർ ഇസ് ഷോർട്ടേജ് ഓഫ് കറൻസി ആണെങ്കിൽ എന്ത് ചെയ്യും? വാല്യൂ ഓഫ് കറൻസി ഇൻക്രീസ് ചെയ്യും. നോ പാർ വാല്യൂ ഈസ് ഫിക്സ്ഡ്. ദ സെൻട്രൽ ബാങ്ക് ഡസൻറ്റ് ഇൻ്റർവീൻ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. പ്രധാനമായിട്ടും എന്താ പറയുന്നത്? ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക്, ഇവിടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? ഡസൻറ്റ് ഇൻ്റർവീൻ. ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഫ്ലെക്സിബിളും ഫിക്സഡും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ പറയുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ നിന്നാണ്. അണ്ടർ ദിസ് സിസ്റ്റം ദർ ഇസ് കംപ്ലീറ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വരുന്നുണ്ട് ഫിക്സഡിൽ. ഇപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്. ഈ കേസിലോ ദ മാർക്കറ്റ് ഈസ് അലൗഡ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീലി. ഇപ്പോൾ ഇവിടെ market is freely allowed to determine exchange rate. മാർക്കറ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ മാർക്കറ്റാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മറ്റേതാണ് ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക് ഡിറ്റർമിൻസ് ദ ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ്. ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓ സെൻട്രൽ ബാങ്ക് ഇവിടെ ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഇഫ് ഡ്യൂ ടു എനി റീസൺ ദ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഗവൺമെൻറ് ഇൻ്റർവീൻസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇക്വിലിബ്രിയം പ്രീ ഡിറ്റർമിൻഡ് ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്ചേഞ്ച് ഇവിടെ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യുന്നു ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇക്വിലിബ്രിയം പ്രീഡിറ്റർമിൻ ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ്. ഇക്വിലിബ്രിയം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇതിൽ ഫ്ലക്ച്വേഷൻ വരുന്നതാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടിട്ട് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ ഇഫ് ഡ്യൂ ടു എനി റീസൺ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ്സ്, എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്, ദ ഗവൺമെൻറ് നെവർ ഇൻ്റർവീൻസ് ആൻഡ് അലോസ് ദ മാർക്കറ്റ് ടു ഫങ്ഷൻ ആൻഡ് ഡിറ്റർമിൻ ദ ട്രൂ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഗവൺമെൻറ് നെവർ ഇൻ്റർവീൻസ്, ഇവിടെ ഗവൺമെൻറ് ഇടപെടില്ല. ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാലും ഗവൺമെൻറ് ഇവിടെ ഇടപെട്ടില്ല.
അടുത്ത പോയിന്റ്, the only merit of fixed exchange rate system is that it assures the stability of exchange rate. It prevents both currency appreciation and depreciation. ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അഷ്യൂർസ് സ്റ്റെബിലിറ്റി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഇവിടെ സ്റ്റാബിൾ ആയിരിക്കും, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റാബിൾ ആയിരിക്കും. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റാബിൾ ആയിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മാറ്റം വരില്ല. ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. Floating exchange rate, the only demerit of floating exchange rate system is that exchange rate fluctuates a lot on day to day basis. ഇവിടെ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് വരാം, എക്സ്ചേഞ്ച് റേറ്റിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇത്രയാണ് തമ്മിലെ ഡിഫറൻസ്. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫിക്സഡ് എക്സ്ചേഞ്ച് ആൻഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച്. ഫസ്റ്റത്തെ കേസിൽ എന്താ പറഞ്ഞത്? ദർ ഇസ് കംപ്ലീറ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അണ്ടർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് കേസിലാണെങ്കിൽ മാർക്കറ്റ് ഈസ് അലൗഡ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീലി. Second point, the government or central bank determines the official exchange rate. Floating exchange rate law, the exchange rate is determined by the forces of demand and supply. മൂന്നാമത്തെ കേസ്, എന്തെങ്കിലും കാരണം കൊണ്ട് എന്തായാലും ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവീൻസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇക്വിലിബ്രിയം പ്രീ ഡിറ്റർമിൻഡ് ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിന് കേസിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ്, ഇഫ് ഡ്യൂ ടു എനി റീസൺ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ്സ്, ദ ഗവൺമെൻറ് നെവർ ഇൻ്റർവീൻസ് ആൻഡ് അലോസ് ദ മാർക്കറ്റ് ടു ഫങ്ഷൻ ആൻഡ് ഡിറ്റർമിൻ ദ ട്രൂ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. Then next point, the only merit of fixed exchange rate. ഒരു മെറിറ്റ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് അഷ്യൂർസ് സ്റ്റെബിലിറ്റി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി അവിടെ ഉണ്ട്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലാണെങ്കിൽ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യുന്നു? ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് തമ്മിലുള്ള ഡിഫറൻസ്. അതാണ്. നെക്സ്റ്റ്, എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് ഇൻ പ്രാക്ടീസ്. ഇൻ്റർമീഡിയറ്റ് ഒരു ഓൾട്ടർനേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ്. അപ്പം നമ്മൾക്ക് പ്രധാനമായിട്ടും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ദർ ആർ നമ്പർ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് ബിറ്റ്വീൻ ദ ടു എക്സ്ട്രീംസ്. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർഫെക്റ്റ്ലി ഫിക്സഡ് അല്ല, ഫിക്സഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് അല്ല, അതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസിലുണ്ട്. ഈച്ച് കൺട്രി വിൽ ചൂസ് എൻ എക്സ്ചേഞ്ച് റേറ്റ് റെജീം ഫ്രം എ വൈഡ് വെറൈറ്റി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഓൺ സർക്കംസ്റ്റാൻസസ് ആൻഡ് പോളിസി പ്രിഫറൻസസ്. അപ്പോൾ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മാത്രം അല്ലാതെ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? എടുക്കാതെ ഇതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു സിസ്റ്റം, ഓരോ കൺട്രിക്കും അതിന് യോജിച്ച, അതിൻ്റെ സർക്കംസ്റ്റാൻസസിന് അനുയോജ്യമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. Managed floating exchange rate lies in between of the two extremes of fixed and floating exchange rate. അപ്പോൾ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡിൻ്റെയും ഫ്ലോട്ടിൻ്റെയും ഇടയിലുള്ള ഒരു സിസ്റ്റമാണ്. അണ്ടർ സച്ച് എ സിസ്റ്റം ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് അലൗഡ് ടു മൂവ് ഫ്രീലി ആൻഡ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ്, ദാറ്റ് ഇസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ നമ്മൾ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഫോഴ്സസ്, മാർക്കറ്റ് ഫോഴ്സസ് ആണ്. ഇവിടെ മാർക്കറ്റ് ഫോഴ്സസ് ആണ്. മാർക്കറ്റ് ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ when a difficult situation arises, the central banks of the country can intervene to stabilize the exchange rate. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമിൻ ചെയ്യുന്നു, പക്ഷേ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നു?
സെൻട്രൽ ബാങ്ക് ഇൻ്റർവീൻ ചെയ്യുന്നു. സെൻട്രൽ ബാങ്ക് ഇതിൽ ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. But when a difficult situation arises, the central banks of the country can intervene to stabilize the exchange rate. അപ്പോൾ മാർക്കറ്റ് ഫോഴ്സസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരികയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് അതിൽ ഇടപെടുന്നു. രണ്ടാമതാണ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം. Adjustable peg system. Under this system, exchange rates are pegged or fixed for a period of time. ഒരു ടൈമിലേക്കാണ് എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. If a deficit or surplus of balance of payment becomes substantial, the exchange rate is devalued or revalued. അപ്പോൾ നമ്മളിവിടെ ഒരു ടൈമിലേക്കാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഒരു ടൈമിലേക്ക് ഇവിടെ ഫിക്സ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റോ അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെയും എക്സ്ചേഞ്ച് റേറ്റ് ഒന്നുകിൽ ഡീവാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ റീവാല്യൂ ചെയ്യുന്നു. അണ്ടർ ദിസ് സിസ്റ്റം എ കൺട്രി ട്രൈസ് ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അണ്ടിൽ ഓൾ ഇറ്റ്സ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആർ എക്സോസ്റ്റഡ്. അതിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒക്കെ എക്സോസ്റ്റ് ചെയ്യുന്നവരെയും കൺട്രി എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. If a fundamental disequilibrium in balance of payment still persists, ഒരു ഡിസിക്വിലിബ്രിയം ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ കറൻസി ക്യാൻ ബി റീപെഗ്ഡ് അറ്റ് എ ലോവർ ഓർ ഹയർ എക്സ്ചേഞ്ച് റേറ്റ്. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുന്നു, കറൻസി റീപെഗ് ചെയ്യുന്നു, ഹയർ റേറ്റിൽ അല്ലെങ്കിൽ ലോവർ റേറ്റിൽ റീപെഗ് ചെയ്യുന്നു. അഡ്ജസ്റ്റിംഗ് ദ കറൻസി അറ്റ് എ ലോവർ റേറ്റ് ഈസ് കോൾഡ് ഡീവാലുവേഷൻ. ലോവർ റേറ്റിന് കറൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഡീവാലുവേഷൻ എന്ന് പറയുന്നു. അഡ്ജസ്റ്റിംഗ് ദ കറൻസി അറ്റ് എ ഹയർ റേറ്റ് ഈസ് കോൾഡ് റീവാലുവേഷൻ. Thus, under adjustable peg system, exchange rate flexibility is maintained along with exchange rate stability. അപ്പോൾ നമ്മൾ adjustable peg systemത്തിൽ നമ്മൾ exchange rates are fixed for a period of time. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് വരുന്ന കേസിൽ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ റീവാല്യൂ ചെയ്യുന്നു. അപ്പോൾ ഡിവാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു റീപെഗ് ചെയ്യുന്നത് ലോവർ റേറ്റിനാണെങ്കിൽ നമ്മൾ അതിനെ ഡീവാലുവേഷൻ എന്ന് പറയുന്നു. കറൻസി ഹയർ റേറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് റീവാലുവേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ മൂന്നാമതാണ് ക്രോളിംഗ് പെഗ് സിസ്റ്റം. നമ്മൾ crawling peg system. In this system, a country keeps on adjusting its exchange rate to new demand and supply conditions. ഈ ക്രോളിംഗ് പെഗ് സിസ്റ്റത്തിൽ എപ്പോഴും ചേഞ്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് ടു ന്യൂ ഡിമാൻഡ് സപ്ലൈ കണ്ടീഷൻസ്. പുതിയതായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസിനനുസരിച്ച് എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദ സിസ്റ്റം റിക്വയർസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഡിവാല്യൂയിങ് കറൻസി അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ് എ കൺട്രി കുഡ് ഫോളോ റെഗുലർ ചെക്സ് അറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം നമ്മൾ ഇവിടുത്തെ ക്രോളിംഗ് പെഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ക്രൈസിസ് വരുന്ന ടൈമിൽ കറൻസി ഡിവാല്യൂ അല്ല ചെയ്യുന്നത്, എന്ത് റെഗുലറായിട്ട് ചെക്ക് നടത്തിയിട്ട് എക്സ്ചേഞ്ച് റേറ്റിൽ എന്ത് ചെയ്യുന്നു, മാറ്റം വരുത്തുന്നു. സെൻട്രൽ ബാങ്ക് ഷുഡ് അണ്ടർടേക്ക് സ്മോൾ ഡീവിയേഷൻസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. എപ്പം ഓരോ സമയത്തും അതിനനുസരിച്ചുള്ള ഡിവാലുവേഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ക്രോളിംഗ് പെഗ് സിസ്റ്റത്തിൽ ഒരു എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും എന്താ ചെയ്യുന്നത്, എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസിനനുസരിച്ച് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും റെഗുലർ ചെക്ക് നടത്തിയിട്ട്. അല്ലാതെ ക്രൈസിസ് വരുന്ന ടൈമിൽ മാത്രം എന്ത് ചെയ്യുന്നത്, കറൻസി ഡിവാല്യൂ ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും കീപ്സ് ഓൺ അഡ്ജസ്റ്റിംഗ്. Then joint float system.
Joint float system. Under the system of joint float, a group of countries have an adjustable peg system between their own currencies. And joint floatil ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്ത് ചെയ്യും, ഒരു അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം അവരുടെ കൺട്രീസിൽ തമ്മിൽ എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ദേ ഹാവ് എ ജോയിൻറ്റ് ഫ്ലോട്ട് എഗെയിൻസ്റ്റ് അതർ കൺട്രീസ്. This system is in use under the European monetary system, where its exchange rate mechanism has an adjustably pegged exchange rate band with the member countries but a joint float against other countries of the world. അപ്പോൾ ജോയിൻറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൽ ഇപ്പോൾ യൂറോപ്യൻ മോണിറ്ററി സിസ്റ്റം അതിലുള്ള കൺട്രീസ് തമ്മിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് എന്ത് ചെയ്യുക, അവരുടെ കറൻസീസ് തമ്മിൽ ഒരു അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം ഫോളോ ചെയ്യുക. ജോയിൻ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഫോളോ ചെയ്യാം. ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം. ഓക്കെ, ഇത്രയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് ഇൻ പ്രാക്ടീസ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇവിടെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ മാർക്കറ്റ് ഫോഴ്സസ് ആണ് നമ്മൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അറൈസസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ക്യാൻ ഇൻ്റർവീൻ ടു സ്റ്റെബിലൈസ് ദ എക്സ്ചേഞ്ച് റേറ്റ്. അണ്ടർ അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സ്ഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇഫ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സബ്സ്റ്റാൻഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിവാല്യൂഡ് റീവാല്യൂഡ്. ദെൻ ക്രോളിംഗ് പെഗ് സിസ്റ്റത്തിൽ എ കൺട്രി കീപ്സ് ഓൺ അഡ്ജസ്റ്റിംഗ് its exchange rate to new demand and supply conditions. And joint float system, a group of countries have an adjustable peg system between their own countries. Okay.